അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നമ്മൾ കസ്റു ഷഹ്വത്തൈനിയുടെ ഭാഗമാണിപ്പം പൂർത്തിയായത്. ഷഹ്വത്തുൽ ബത്നും ഷഹ്വത്തുൽ ഫർജും ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി അടുത്ത അധ്യായമാണ് അൽ ബാബുർ റാബി വൽ ഇശ്റൂൻ, 24-ാമത്തെ അധ്യായം ഫി ആഫാത്തിൽ ലിസാൻ, നാവിൻ്റെ അപകടങ്ങളെക്കുറിച്ചാണ്. 156-ാം പേജിൽ ശ്രദ്ധിക്കുന്നുണ്ടാവും. നാവിൻ്റെ ആഫത്തുകൾ, അതിപ്പം പറയുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഈ കാര്യം. നാവ് കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ. അതുകൊണ്ട് തന്നെ ശരീഅത്ത് നാവിനെ സംരക്ഷിക്കാൻ വളരെയേറെ കൂടുതൽ പറയുന്നുണ്ട്. നമ്മുടെ ഗുഹ്യസ്ഥാനവും നമ്മുടെ നാവും, ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗവും നാവും, ഈ രണ്ട് സാധനങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ നൈതികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാവ് എന്ത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ക്ലാസ്സിൻ്റെ കൂടെ വിഷയങ്ങൾ പറഞ്ഞു പോകാം. നീ അറിയുക, അന്ന ഖത്തറൽ ലിസാനി അളീമുൻ, നാവിൻ്റെ ഗൗരവം വളരെ വലുതാണ്, ഭീകരമാണ് നാവിൻ്റെ അപകടം. വലാ നജാത്ത മിൻ ഖത്രിഹി, നാവിൻ്റെ അപകടത്തിൽ നിന്ന് രക്ഷയില്ല, ഇല്ലാ ബിസ്സുംതി, സൈലൻ്റ് ആവൽ കൊണ്ടല്ലാതെ. നാവിൻ്റെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് വഴി. നമ്മൾ മിണ്ടാൻ തുടങ്ങിയാൽ പലതും വായയിലൂടെ പുറത്തേക്ക് വരും. പിന്നെ അതിന് വ്യാഖ്യാനം ഉണ്ടാക്കാനും അതിന് മാപ്പ് പറയാനും അതിന് പ്രായശ്ചിത്തം ഉണ്ടാക്കാനും നടക്കേണ്ടി വരും. മിണ്ടാതെ കുത്തുന്ന ഒരു കുഴപ്പമില്ല. അപ്പം സുംത്ത് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഈ അമൽ, ഏറ്റവും ഹൈറായ അമലുകളുടെ കൂട്ടത്തിൽ മൗനം പ്രത്യേകം പറഞ്ഞത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്ന് പല കാര്യത്തിലും ഞാൻ സംസാരിച്ചില്ലെങ്കിൽ എന്തോ പ്രശ്നമെന്നാണ് ഓരോ കാര്യത്തിലും നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ പലരും സംസാരിക്കാതിരിക്കുക എന്നതാണ് പല വിഷയങ്ങളും തീരാനും ലോകത്ത് കാര്യങ്ങൾ നേർക്ക് നടക്കാനുമുള്ള ഒരു വലിയ ഉപായം. അപ്പം മിണ്ടാതിരുന്നത് കൊണ്ടൊരു അപകടം എവിടെയും വരില്ല, മിണ്ടിയത് കൊണ്ട് മാത്രമേ അപകടം വരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സുംത്ത് എന്നതാണ് പ്രശ്നങ്ങൾ തീർക്കാനുള്ള പരിഹാരം. ഫലിദാലിക, അതുകൊണ്ട് തന്നെ മദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസുംത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുംത്തിനെ വല്ലാതെ മദ്ഹ് ചെയ്ത് പറയുന്നുണ്ട്, മൗനത്തിനെ. വഹസ്സ അലൈഹി, മൗനത്തിൻ്റെ മേൽ നബിതങ്ങൾ പ്രേരിപ്പിക്കുന്നുണ്ട്. ഫഖാല, നബിതങ്ങൾ പറഞ്ഞു, മൻ സ്വമത നജ, ഒരു ചെറിയ ഹദീസാണ്. മൻ സ്വമത നജ, ഒരാൾ മിണ്ടാതിരുന്നാൽ അയാൾ രക്ഷപ്പെട്ടു. ആ വാക്കിൻ്റെ ഒരു ഗാംഭീര്യം നോക്കണം, എത്ര ചെറിയ വാക്കാണ്. മുണ്ടാ എന്നാ കഴിച്ചിലായി. മിണ്ടിയ രക്ഷപ്പെട്ടു എന്ന് എവിടെയും പറയില്ല. മിണ്ടാതിരുന്നാൽ, മൗനം ഭജിച്ചാൽ രക്ഷപ്പെട്ടു. മൻ സ്വമത നജ. നബിതങ്ങൾ പറഞ്ഞു, അസ്സുംതു ഹുക്മുൻ വ ഖലീലുൻ ഫാഇലുഹു എന്ന് പറഞ്ഞു. അസ്സുംതു ഹികമുൻ, മൗനമെന്ന് പറഞ്ഞാൽ അത് തത്വങ്ങളാണ്. പക്ഷേ വ ഖലീലുൻ ഫാഇലുഹു, അത് ചെയ്യണോല് വളരെ കുറവാണ്. വലിയ തത്വമാണ് ഒരു മൗനത്തിലുള്ളത്. നമ്മൾ പറയല്ലോ വാചാലമായ മൗനം എന്ന് പറയും. സംസാരമാണല്ലോ യഥാർത്ഥത്തിൽ വാചാലതയുള്ളത്. ആകർഷണീയതയും വാചാലതയും ഉണ്ടാകൽ സംസാരത്തിനായിരിക്കും. പക്ഷെ നമ്മൾ പറയും വാചാലമായ മൗനം എന്ന് പറയും. കാരണം ആ മൗനം എന്തൊക്കെയോ പറയുന്നുണ്ടാവും. ചില കാര്യത്തിൽ അങ്ങനെയായിരിക്കും. നമ്മളെ ചില മിണ്ടാതിരിക്കലുകൾ, ചില മൗനങ്ങൾ, ആ മൗനം ഒരു വലിയ സന്ദേശമായിരിക്കും. അതാണ് അസ്സംതു ഹികമുൻ. പക്ഷേ വ ഖലീലുൻ ഫാഇലുഹു, ആ ഹിക്മത്തിനെ ചെയ്യുന്നവർ വളരെ കുറവാണ്. നബിതങ്ങൾ മറ്റൊരിക്കൽ പറഞ്ഞു, മൻ യതകഫലു ലി മാ ബൈന ലിഹ്യൈഹി വ റിജ്ലൈഹി അതകഫലു ലഹു ബിൽ ജന്ന. മൻ യതകഫലു ലി, ആരെങ്കിലും എനിക്ക് ഉത്തരവാദിത്തമേറ്റാൽ, എനിക്ക് ജാമ്യം നിന്നാൽ, മാ ബൈന ലിഹ്യൈഹി വ റിജ്ലൈഹി, രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതും രണ്ട് കാലുകൾക്കിടയിലുള്ളതുമായ അവയവങ്ങളെ ദുസ്വഭാവത്തിന് വേണ്ടി വഴിവിട്ട വഴിയിൽ ചെലവഴിക്കില്ലെന്ന് ആരെങ്കിലും എന്നോട് ഉത്തരവാദിത്തമേറ്റാൽ, അതകഫലു ലഹു ബിൽ ജന്ന, ഞാൻ അവന് സ്വർഗത്തിൻ്റെ ഉത്തരവാദിത്തം എടുക്കുന്നു. അല്ലാത്തൊരു വർത്തമാനം. നമ്മളെ നാവിൻ്റെ ഇടയുള്ള, നമ്മളെ താടിയെല്ലിൻ്റെ ഇടയുള്ള അവയവം എന്ന് പറഞ്ഞാൽ നാവ്, കാലിൻ്റെ ഇടയുള്ള അവയവം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഈ രണ്ട് അവയവങ്ങളെ സംരക്ഷിക്കുമെന്ന് ആരെങ്കിലും ഉത്തരവാദിത്തം ഏൽക്കാൻ തയ്യാറുണ്ടോ? സ്വർഗ്ഗം ഞാനിവിടെ വാങ്ങി തന്നോളാം റസൂലുള്ളാഹി പറയണം. നാവ് സൂക്ഷിക്കുക, മനുഷ്യൻ്റെ ജനനേന്ദ്രിയം സൂക്ഷിക്കുക.
ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി സൂക്ഷിക്കുമെന്ന് ഉത്തരവാദിത്തമേറ്റ് സൂക്ഷിക്കുന്ന ഒരാൾ സ്വർഗ്ഗം തരാമെന്ന് റസൂലുള്ള ഉത്തരവാദിത്തം ഏറ്റതാണ്, ഗ്യാരണ്ടിയാണ്. പക്ഷേ ഈ രണ്ട് അവയവങ്ങളെ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി നൽകണം, എന്നാൽ സ്വർഗത്തിൻ്റെ കാര്യം ഞാൻ ഗ്യാരണ്ടി നൽകാം. അപ്പം നമ്മളിപ്പം ഷഹ്വത്തുൽ ഫർജ് നമ്മൾ നേരത്തെ പറഞ്ഞു പോയല്ലോ. ഇനി ഈ ലിസാനാണ് വിഷയം. അപ്പോൾ ലിസാൻ്റെ ആഫത്ത് വളരെ വലുതാണ്. ഉദ്ധരിക്കപ്പെടുന്നു അന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖാല യാ റസൂലല്ലാഹ്, മുആദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, ഔസിനി, എന്നോട് വസിയത്ത് ചെയ്യൂ റസൂലെ, എന്നോട് എന്തെങ്കിലും വസിയത്ത് ചെയ്താണ് എന്ന് പറഞ്ഞു, ഉപദേശം തരൂ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉഅ്ബുദില്ലാഹക അന്നക തറാഹു, നീ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക നീ റബ്ബിനെ കാണുന്ന പോലെ. ഇഖ്ലാസിൻ്റെ ഒക്കെ യഥാർത്ഥമായ അങ്ങനെയാണ്. അള്ളാഹുവിനെ നമ്മൾ കാണുന്ന പോലെ, അള്ളാഹ് നമ്മൾ കാണണമെന്നില്ല, പക്ഷേ കാണുന്ന പോലെ ഇബാദത്ത് എടുക്കുക. നാം ആർക്ക് വേണ്ടി ഒരു പണിയെടുക്കുന്നുവോ അയാളെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ ഏത് കാര്യവും നല്ലവർക്ക് ചെയ്യും. ഇപ്പോൾ ഒരാളുടെ ജോലിക്കാരനാണ് നമ്മൾ, പിന്നെ അയാൾ നമ്മളെ മുന്നിൽ നിൽക്കുന്നുണ്ട്, ഉടമ നമ്മളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നമ്മൾ തൊഴിലാളിയാണ്, എത്ര കൃത്യമായിട്ട് നമ്മൾ ജോലി എടുക്കും എന്ന പോലെ അള്ളാഹു ഇങ്ങനെ മുന്നിൽ നമ്മൾ നോക്കി നമ്മളിങ്ങനെ അള്ളാഹിനെ കാണുന്നുണ്ട് എന്നുള്ളവർക്ക് ഇബാദത്ത് എടുക്കുക. ഉഅ്ബുദില്ലാഹക അന്നക തറാഹു വഉദ്ദ നഫ്സക ഫിൽ മൗത, നബി തങ്ങൾ പറയണം, നിൻ്റെ നഫ്സിനെ നീ എണ്ണണം, മരിച്ചോളെ കൂട്ടത്തിൽ എണ്ണണം. അതായത് ഇപ്പോൾ അടുത്ത് മരിച്ച ആളാണ്, മരിച്ച മാതിരി തന്നെയാണ്, കാരണം മരണപ്പെടാൻ വരാമെന്ന് ഉറപ്പില്ലല്ലോ. അപ്പോൾ അത് ആ കൂട്ടത്തിൽ കൂട്ടണം. വ ഇൻ ശിഅ്ത അംബഅതുക ബിമാ ഹുവ, വ ഇൻ ശിഅ്ത നീ ഉദ്ദേശിച്ചാൽ, അംബഅതുക ഞാൻ നിനക്ക് പറഞ്ഞു തരാം, എനിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, നമ്മുടെ ഭാഷ പറഞ്ഞാൽ, ബിമാ ഹുവ മലക്കലക്ക മിൻ ഹാദാ കുല്ലിഹി, ഈ പറഞ്ഞ എല്ലാത്തിൽ നിന്നും നിനക്ക് ഉടമപ്പെടുത്തി തരുന്ന, ഈ പറഞ്ഞ എല്ലാം നിനക്കുണ്ടാക്കി തരുന്ന സാധനമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് പറഞ്ഞു, വ അഷാറ ബിയദിഹി ഇലാ ലിസാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നാവിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയണം, ഇതാണ് സാധനം. നീ അള്ളാഹിനെ കാണുന്ന പോലെ നിനക്ക് ഇബാദത്ത് എടുക്കാൻ, മരണത്തിനെ എപ്പോഴും ഓർക്കാനൊക്കെ നിനക്ക് പറ്റും. ഈ നാവ് എന്ന സാധനം നിനക്ക് പ്രധാനമാണ്. ഈ സാധനമൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഈ നാവ്, മിണ്ടാതിരിക്കാന്നർത്ഥം. എന്നാൽ ഇങ്ങനെയൊക്കെ മനുഷ്യനായിത്തീരും. കുറേ സംസാരിക്കുക എന്നതിനപ്പുറം മിണ്ടാതിരിക്കുക, മൗനം ഒരു പ്രധാന അമലായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കണം. എന്നാൽ പല അനർത്ഥങ്ങളും ലോകത്തില്ലാതെയാകും, നമ്മുടെ ജീവിതത്തിലും പല അനർത്ഥങ്ങളും ഇല്ലാതെയാകും. വഅൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് വന്നൊരു സംഭവം നോക്കുക. അന്നഹു കാന യളഉ ഹജറൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പിന്നെ കല്ല് വെക്കുമായിരുന്നു, ഫീഹി വായയിൽ, യംനഉ ബിഹി നഫ്സഹു അനിൽ കലാം, സ്വന്തം നഫ്സിനെ സംസാരത്തിനെ തൊട്ട് തടയുകയായിരുന്നു അദ്ദേഹം. അബൂബക്കർ റളിയല്ലാഹു അൻഹു തൊള്ളേതൊരു കല്ല് വെക്കും, അപ്പം വർത്തമാനം പറയാൻ കഴിയില്ലല്ലോ, ആവശ്യമുള്ള കാര്യത്തിന് മാത്രം ആ കല്ല് തൊള്ളേന്ന് എടുക്കും, ഒരു വർത്തമാനം അവിടെ തന്നെ വെക്കും. അനാവശ്യമായിട്ടൊരു വാക്ക് പോലും വരാതിരിക്കാൻ അങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു അവരൊക്കെ. അല്ലെങ്കിൽ പോലൊക്കെ എന്താ ശ്രദ്ധിക്കാനുള്ളതെന്ന് ആലോചിച്ച് നോക്കിയാണ്. സ്വർഗത്തിലാണെന്ന് ഇവിടുന്ന് അങ്ങോട്ട് തീരുമാനം കൊടുത്ത് ടിക്കറ്റ് അവിടെ കൊടുത്തതാ, ഒരു വേചാറും ആകാമല്ല. പക്ഷേ അവർക്കാണ് ഭയങ്കര പേടി, ഒരു മുണ്ടൂല. അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരിക്കാതിരിക്കാൻ വേണ്ടി തൊള്ളയിൽ കല്ല് വെക്കുമായിരുന്നു. വക്കാന യുശീറു ഇലാ ലിസാനിഹി, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം നാവിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഹാദല്ലദീ ഔറദനിൽ മവാരിദ്, ഈ സാധനമാണ് എല്ലാ നാശങ്ങളിലേക്കും എന്നെ കൊണ്ടെത്തിക്കുന്ന എന്ന് പറയും. ഔറദനി, എന്നെ അത് കൊണ്ടുപോകും, മവാരിദ് എത്തിക്കേണ്ടിടത്തൊക്കെ എന്നെ എത്തിക്കുന്ന സാധനമാണെന്ന് അർത്ഥം. അപ്പോൾ എല്ലാ നാശങ്ങളിലേക്കും എന്നെ എത്തിക്കുന്ന സാധനമാകുന്നു ഇത് എന്ന് നാവ് പിടിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അപ്പോൾ നാവിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. വഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു തന്നെ സത്യം, മാ മിൻ ഷൈഇൻ അഹ്വജ ഇലാ തൂലി സിജ്നിൻ മിൻ ലിസാൻ, മാ മിൻ ഷൈഇൻ ഒരു വസ്തുവും തന്നെയില്ല, അഹ്വജ ഇലാ തൂലി സിജ്നിൻ ദീർഘമായ ജയിൽവാസത്തിലേക്ക് ആവശ്യമുള്ള ഒന്നുമില്ല, മിൻ ലിസാൻ നാവിനേക്കാൾ. നാവാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ജയിലിലിടേണ്ടത്. നാവ് ഒരു ജയിലിൻ്റെ ഉള്ളിലാണല്ലോ ഉള്ളത്, ആലോചിച്ച് നോക്കുക. നമ്മളെ വായൻ്റെ ഉള്ളിലാണ് അല്ലാഹു തആല നാവ് പടച്ചിട്ടുള്ളത്, മറ്റവയവങ്ങളെപ്പോലെ പുറത്തല്ല. പല്ല്, ചുണ്ട് എന്നീ സാധനങ്ങളെ കൊണ്ട് മൂടി വെക്കപ്പെട്ടിരിക്കുകയാണ് നാവ്. അവൻ നാവിനൊരു ജയിലിൻ്റെ ഉള്ളിലാക്കിയത്, അത് ആ ജയിലിൽ തന്നെ കിടക്കണം. അതിൻ്റെ ഹിക്മത്തും അതാണ്, അത് ജയിലിൽ കിടക്കേണ്ടതാണ്. ആവശ്യത്തിന് മാത്രം പരോൾ കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്.
അപ്പം നമ്മുടെ ഈ പല്ലും ചുണ്ടുമൊക്കെയാകുന്ന ഈ കവാടം തുറന്ന് ആവശ്യത്തിന് മാത്രം പരവൾ കൊടുക്കുക, അതാണ് നാവിന് ചെയ്യേണ്ടത്. ബാക്കി നാവിനെ പൂട്ടിയിടണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്താനം അതാണ്. നീണ്ട കാലഘട്ടത്തെ ജയിൽവാസത്തിലേക്ക് ആവശ്യമുള്ള സാധനം നാവാണ്. നാവിനെ എങ്ങനെ ജയിലിലിട്ടാൽ മതിയാവില്ല. നാവ് ഇങ്ങനെ എന്നാലും പുറത്ത് ചാടിക്കൊണ്ടിരിക്കും. നാവിനെ നല്ലോണം ശ്രദ്ധിക്കണം. വനഹദുല്ലാൻ, ഇപ്പോൾ നമ്മൾ നുബയ്യിന ആഫാത്തുൽ ലിസാൻ വനബദു ബി അഖഫിൽ ആഫാത്തി സുമ്മ നതറഖ. ഇനി നമ്മൾ ആഫാത്തുൽ ലിസാൻ നേരെ പറയാൻ പോകണം. നാവ് കൊണ്ടുള്ള നാശങ്ങൾ എന്തൊക്കെയാണ്. അതാദ്യം ചെറുത് പറയും, പിന്നെ ഒരു വലുത്, അങ്ങനെ അങ്ങനെ കയറിപ്പോവും. അൽ ആഫത്തുലൂല, ഒന്നാമത്തെ ആഫത്ത്. നാവ് കൊണ്ട് പല നാശങ്ങളുമുണ്ട്. ആ നാശങ്ങൾ ഇവിടെ എണ്ണി പറയാണ്. ഒന്ന്, അൽ കലാമു ഫീമാല യാനിക്ക, നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കുന്നുള്ളതാണ് നാവിൻ്റെ ഒരു പ്രശ്നം. ഒരാവശ്യമില്ലാത്ത, നമുക്കൊരാവശ്യമുണ്ട് പറയണ്ടേ, പക്ഷെ അങ്ങനെ സുഹൃത്തൊക്കെ പോയിട്ട് നമ്മൾ ഇടപെടും. അനാവശ്യമായ കാര്യത്തിൽ പോയിട്ട് സംസാരിക്കുന്നു എന്നത് നാവിൻ്റെ ഒരു പ്രശ്നമാണ്. ഇയാളെ നീ മനസ്സിലാക്കണം. അന്നക്കൈതാത്ത കല്ലൻ തബിമാല യാനിക്ക, നിനക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം നീ സംസാരിച്ചാൽ ഫഖദ് വയ്യാത്ത സമാനക്ക, നിൻ്റെ സമയത്തെ നീ നഷ്ടപ്പെടുത്തി. വതഅറൽ തബിഹിലിൽ ഹിസാബി, അത് കാരണം നീ ഹിസാബിലേക്ക് വെളിവായി. കാരണം നമ്മൾ സമയം വെറുതെ ആ സമയം വേറെ എന്തിനൊക്കെ ചിലവാക്കാം. കാരണം നമുക്ക് സമയമാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ സാധനം, സമയമാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ നമുക്ക് നഷ്ടപ്പെട്ടാൽ ആ പൈസ നമുക്ക് വേറെ പിന്നെ ഉണ്ടാക്കാം, പക്ഷേ സമയത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സമയം നമ്മളിങ്ങനെ ആവശ്യമില്ലാത്തൊരു സംസാരിച്ച് സമയം ചിലവാക്കുമ്പോൾ ആ സമയം പോയില്ലേ, അത് ഭയങ്കര നഷ്ടമല്ലേ. അതിൻ്റെ സമയം നഷ്ടപ്പെടുത്തിയില്ലേ, ഹിസാബിന് കാരണമായി തീർന്നില്ലേ. മറിച്ച് മാത്രമല്ല വഖദിസ്തബദൽതല്ലദീ ഹുവ അദ്നാ, ഏറ്റവും നിലവാരമില്ലാത്ത താന്ന സാധനം നീ പകരമെടുത്തു ബില്ലദീ ഹുവ ഖൈർ, ഖൈറായ സാധനത്തിന് പകരം. ഈ സമയം നമുക്ക് എല്ലാത്തിനും ചിലവഴിക്കാൻ പറ്റുമായിരുന്നു. ഖൈറിന് ചിലവാക്കാൻ പറ്റുന്ന സമയം, നന്മക്ക് ചിലവാക്കാൻ പറ്റുന്ന സമയം എന്ത് ചെയ്തു, ഈ അനാവശ്യമായിട്ടുള്ള സംസാരത്തിന് ചിലവാക്കുകയാണ്. അപ്പോൾ കിട്ടേണ്ടിയിരുന്ന ഖൈറിനെ ഒഴിവാക്കിയിട്ട് ഈ അതിനെയായ ഏറ്റവും മുന്തിയ സാധനം ഒഴിവാക്കിയിട്ട് താന്ന സാധനത്തിനെ വാങ്ങുന്ന പോലെയായി. കാരണം ഫഇന്നക ലൗ ദക്കർത്തുല്ലാഹ ബദലഹു, അതിനു പകരം നീ അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലിയിരുന്നെങ്കിൽ, ഔ സക്കത്ത, അല്ലെങ്കിൽ മിണ്ടാതിരുന്നെങ്കിൽ, ഒന്നും ചൊല്ലണ്ട മിണ്ടാതിരുന്നിരുന്നെങ്കിൽ, അവിസ്തഖൽത ബിൽ ഫിക്രി, അല്ലെങ്കിൽ വേറെ ചിന്ത കൊണ്ട് നീ ചോലായിരുന്നെങ്കിൽ, അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, അവൻ്റെ ശിക്ഷയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നെങ്കിൽ, ഒന്നും പറയണ്ട എങ്കിൽ തന്നെ ലക്കുന്ത തനാലു ബിഹി മആലിയ ദറജാത്ത്, അതുകൊണ്ടൊക്കെ എത്രയോ പദവികൾ നിനക്ക് കിട്ടുമായിരുന്നു. ഇപ്പം നീ നിനക്ക് ആവശ്യമില്ലാത്തൊരു സാധനം സംസാരിച്ചു, ആ സമയത്ത് എനിക്കൊന്നും ഉണ്ടാകുന്നാൽ, എന്തോ ഒരു ദിക്റിലിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ ഫിക്കറിലായിരുന്നെങ്കിൽ എത്ര വലിയ പദവിയിലെത്തുമായിരുന്നു. ആ നഷ്ടമൊക്കെ സംഭവിച്ചില്ലേ. ആ വലിയ ഹൈറായ സാധനമൊക്കെ ഒഴിവാക്കിയിട്ടാണ് നീ അതിനെയായി സംസാരത്തിലേക്ക് പോയത്. അതിനു വേണ്ടിയാണ് ആ സമയം ചെലവഴിച്ചത്. എത്ര വലിയ ദുരന്തമാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇത് നാവിൻ്റെ ഒരു പ്രശ്നമാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കുക. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യാനിഹി, ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നന്നാവുന്നതിൽപ്പെട്ടതാണ് തർക്കുഹു മാ ലാ യാനിഹി, ആവശ്യമില്ലാത്തതിനെ അവൻ ഒഴിവാക്കുക എന്നത്. അനാവശ്യത്തിനൊക്കെ ഒഴിവാക്കുക, ആവശ്യത്തിന് മാത്രം തൊള്ള തുറക്കുക. അതൊരു മനുഷ്യൻ്റെ ഏറ്റവും ഹുസ്നിയത്തുള്ള ഇസ്ലാമാണ് അവൻ്റേത് എന്നതിൻ്റെ തെളിവാണ്. വഖാല അനസുൻ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം, ഉസ്തുഷ്ഹിദ ഗുലാമും മിന്നാ യൗമ ഉഹദ്, ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ടൊരു അടിമക്കുട്ടി മരിച്ചു, ഷഹീദായി. ഉഹദ് യുദ്ധത്തിൻ്റെ അന്ന്, ഉഹദിൽ കുറേ സഹാബികൾ ഷഹീദായതാണല്ലോ, ഒരാൾ ഷഹീദായി. അപ്പോൾ ഫവുജിദ അലാ ബത്നിഹി, അദ്ദേഹത്തിൻ്റെ പള്ളയുടെ മേൽ, വയറിൻ്റെ മേൽ കാണപ്പെട്ടു, ഹജറുൻ മർബൂത്തുൻ മിനൽ ജൂഅ്, വിശപ്പ് കാരണം വെക്കപ്പെട്ട ഒരു കല്ല് വെച്ച് കിട്ടുകയെന്ന് പറഞ്ഞിട്ടല്ലോ, വിശപ്പിൻ്റെ കാഠിന്യം കാരണം അദ്ദേഹം ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ യുദ്ധക്കളത്തിൽ മരിച്ചു കിടക്കുകയാണ്. നോക്കുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എത്ര പ്രയാസം സഹിച്ചിട്ടാണ് ആ യുദ്ധം ചെയ്തതെന്ന് പറയാനാണ് ഇതിങ്ങനെ പറയുന്നത്. എന്നിട്ട് ഫമസഹത്ത് ഉമ്മുഹു, അപ്പോൾ ആ കുട്ടിൻ്റെ ഉമ്മ അങ്ങനെ തടവി നോക്കി, ആ തുറാബ, മണ്ണിനെ ഇങ്ങനെ അൻബജീഹി, മുഖത്തുനിന്ന്. കാരണം യുദ്ധക്കളത്തിൽ വീണെടുക്കുകയാണ്, മുഖത്ത് മണ്ണൊക്കെ ഉണ്ടാവും. ആ മണ്ണ് മുഖത്തുനിന്ന് ഇങ്ങനെ ഉമ്മ തട്ടിക്കൊടുത്തു. വക്കാലത്ത്, ആ തട്ടിക്കൊടുക്കണ കൂട്ടത്തിൽ ഉമ്മ പറഞ്ഞു, ഹനി അല്ലക്കൽ ജന്ന യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, നിനക്ക് സ്വർഗം കൊണ്ട് സന്തോഷിക്കാം എന്ന്. കാരണം യുദ്ധത്തിൽ ഷഹീദായതാണ്. അപ്പോൾ ആ ധൈര്യത്തിൽ ഉമ്മ ഇങ്ങനെ ഈ മയ്യത്തിൻ്റെ മുഖത്ത് നിന്ന് മണ്ണിങ്ങനെ തട്ടിക്കൊടുത്തപ്പം സ്വർഗം ആശംസിക്കുന്നു എന്ന് പറയാണ്. ഹനി അല്ലക്കൽ ജന്നത യാ ബുനൈ, എൻ്റെ പൊന്നുമകനെ, ഞാൻ നിനക്ക് സ്വർഗം കൊണ്ട് സന്തോഷിക്കാം, ഞാൻ സ്വർഗം ആശംസിക്കുന്നു എന്നൊക്കെ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സംസാര നിബിധങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞു, ഫമാ യുദ്രീക ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനീഹി വയംനഉ മാ ലാ യദുറുഹു. ഫമാ യുദ്രീക, നിനക്കെന്ത് വിവരമാണുള്ളത്,
എനിക്കെങ്ങനെ അതറിയാം സ്വർഗത്തേക്ക് എത്തുന്നതിനെ ഇജ്ജ് പറയല് ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനിഹി അവൻ ഒരുപക്ഷെ അനാവശ്യ കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ടാവാം. വയംനഉ ബിമാ ലാ യദുറുഹു അവന് പ്രയാസമില്ലാത്ത കാര്യം അവൻ തടഞ്ഞിട്ടുണ്ടാവാം. അവന് ചെയ്യുന്നതിനൊരു പ്രയാസമില്ലാത്ത കാര്യം, അത്തരം കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാതിരുന്നിട്ടുണ്ടാവാം. നന്മയെക്കുറിച്ചാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ ഒരാവശ്യമില്ലാത്തത് എനിക്കതിൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, അത്തരം കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ടാവാം. അതൊക്കെ എങ്ങനെ പിന്നെ നിനക്കറിയാം? അത് വെച്ചുകൊണ്ട് നീ എങ്ങനെയാണ് സ്വർഗത്ത് കിടക്കുന്നതൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഉറപ്പിച്ച് പറയല്? അപ്പോൾ അത് റസൂൽ ചോദിക്കുകയാണ് ആ പെണ്ണിനോട്. അപ്പോൾ യുദ്ധത്തിൽ ഷഹീദായി കിടക്കുന്ന ആളെ സ്വാഭാവികമായിട്ട് നമ്മളങ്ങനെ പറയും. അവിടെ നബി തങ്ങൾ വിമർശിക്കുകയാണ്, അതൊന്നും നമുക്ക് പെണ്ണ് തീരുമാനിക്കേണ്ട. അവിടെ പറഞ്ഞ കാരണമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ അനാവശ്യ വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ അനാവശ്യ വർത്തമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗൗരവമുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കണം. അതിനാണ് ഇപ്പോൾ ഈ പറയുന്നത്. വാലം നീ മനസ്സിലാക്കുക. അന്നൽ കലാമ ഫീമാലായ ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അത് അൻ തജ്ലിസ നീ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഫതഹ്കിയ മിൻ അഹ്വാലിക്കല്ലദീ ലഹിഖത്തുക ഫി അസ്ഫാരിക നിൻ്റെ യാത്രയിൽ നിനക്ക് വന്ന സംഭവങ്ങളെയൊക്കെ ഇങ്ങനെ ഹിക്കായത്ത് ചെയ്യുക. ഇതൊക്കെ ഒരു പെടുന്ന ജിബാനെ ഇരുന്ന് കേട്ടോ എൻ്റെ ഇതൊരു യാത്രയൊക്കെ പോയിനി. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇജ്ജ് കണ്ട ഓരോന്നിങ്ങനെ പറയാം. മിനൽ ജിബാലി വൽ ബറാരി നീ കണ്ട പർവ്വതങ്ങൾ, മരുഭൂമികൾ, അല്ലത്തി റഅയ്തഹ മിമ്മാ ലാ കദിബ് കളവൊന്നുമില്ല, ഉള്ള കാര്യം തന്നെ പറയുന്നത്. അയ്യത്തിനപ്പോൾ പറയണത് അതാണ് ഈ ആവശ്യമില്ലാത്തത് പറയാറുള്ളത്. കളവ് പറയാന്നുള്ളത് വേറെ ഭയങ്കര തെറ്റല്ലേ? എന്താ അനാവശ്യം പറയുക? അനാവശ്യം പറയാന്ന് പറഞ്ഞാൽ കളവല്ല, ഉള്ള തന്നെ. നമ്മളിങ്ങനെ കുറേ സംഭവങ്ങൾ വെറുതെ ഇങ്ങനെ അങ്ങാടി പോയപ്പോൾ അങ്ങനെ കണ്ടിരുന്നു, അങ്ങനെ ആയി ഇങ്ങനെ ആയി അങ്ങനെ സാധനം കണ്ടു. അപ്പോൾ പറയേണ്ട ആവശ്യം എന്താ? അതാണ് ഇപ്പോൾ ഈ മാലായാനി എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നർത്ഥം. അങ്ങനത്തെ ബാക്കി അനാവശ്യങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങനെയും പരമാവധി പ്രശ്നങ്ങളും ആ സംസാരത്തിൽ വന്നു പോകുന്നുള്ളതാണ്. അപ്പോൾ അതുപോലും എന്തുതന്നെയാണ്, അതിനാണിപ്പോൾ ഈ വിഷയം പറയുന്നത്. അത്രത്തോളം എന്ത് വരും? അനാവശ്യം എന്ന സംഗതിയിൽ ആ ഒരു പരിധിയിലുള്ള സംഗതികൾ ഇവരെ വരും എന്ന് മനസ്സിലാക്കാനാണ് ആ പറയുന്നത്. നമ്മൾ ആവശ്യമെന്ന് വിചാരിക്കുന്ന പലതും അനാവശ്യങ്ങളായിരിക്കും. ഏത് കാര്യത്തെയും നമ്മൾ അത്യാവശ്യം, ആവശ്യം, അനാവശ്യം ഇങ്ങനെ 3 തലത്തിൽ നമ്മൾ വെക്കണം. സംസാരത്തിനും അതുണ്ട്. അത്യാവശ്യത്തിനുള്ള സംസാരമുണ്ട്, ആവശ്യത്തിനുള്ള സംസാരമുണ്ട്, അനാവശ്യത്തിനുള്ള സംസാരമുണ്ട്. അപ്പോൾ സംസാരം സുംത്തിൻ്റെ ഭാഗം നമ്മൾ പറയുമ്പോൾ ശരിക്കും അത്യാവശ്യം സംസാരിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ ഉണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി എന്നർത്ഥം. പക്ഷേ അതൊക്കെ ഇവിടെ നിർത്താം. ബാക്കി പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.